ഡോക്ടർ പോൾ ബി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. പുതിയ ശീലങ്ങൾ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, വിജയികളായവരുടെ ശീലം എങ്ങനെയാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അങ്ങനത്തെ ഒരു പുസ്തകമാണ് പരിചയപ്പെടുത്തുന്നത്. ഏകദേശം 161ഓളം ആളുകളുടെ ജീവിതത്തിൽ നിന്ന് വിജയികളായ, ക്രിയേറ്റീവായിട്ടുള്ള, സക്സസ്ഫുള്ളായ, ഫേമസ് ആയിട്ടുള്ള 161 ആളുകളെ എഴുതിയ പുസ്തകമാണ് ഡെയിലി റിച്വൽസ്, ഹൗ ആർട്ടിസ്റ്റ് വർക്ക്. മേഴ്സൺ കറി എഴുതിയ പുസ്തകമാണ്. എങ്ങനെയാണ് വിജയികളായവർ അവരുടെ ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്നത്, അവരുടെ ഡെയിലി റിച്വൽസ് എന്താണ് തുടങ്ങിയതായിട്ടുള്ള പുസ്തകമാണ്. ഇപ്പോൾ ഈ 161 പേരെ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കണം ആരൊക്കെയാണ് ഈ 161 പേര്. എല്ലാവരുടെയും പേര് പറയുവാൻ സാധിക്കില്ലെങ്കിലും കുറച്ച് ആളുകളുടെ പേര് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ബീത്തോവൻ, പാബ്ലോ പിക്കാസോ, ചാൾസ് ഡാർവിൻ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഫ്രാൻസിസ് ബേക്കൺ, കാൾ മാർക്സ്, ഏണസ്റ്റ് ഹെമിംഗ്വേ, സിൽവിയ പ്ലാത്ത്, ജോൺ മിൽട്ടൺ, ടെസ്ല, ഗോയ്തെ തുടങ്ങി ധാരാളം, വിക്ടർ ഹ്യൂഗോ പോലെയുള്ള അങ്ങനെ 161ഓളം ആളുകളുടെ ജീവിതത്തെ പഠിച്ച, അവരുടെ റിച്വൽസ് അല്ലെങ്കിൽ റൂട്ടീൻ ഹാബിറ്റ് പഠിച്ച ഒരു പുസ്തകമാണ് ഡെയിലി റിച്വൽസ്. ഈ പുസ്തകം വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ലെങ്കിലും നമുക്കൊന്ന് വായിക്കാം. അവരുടെ ജീവിതമൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പലരുടെയും ജീവിതങ്ങൾ അല്ലെങ്കിൽ ജീവിതശീലങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരുടെയും ജീവിതമെന്ന് നമുക്ക് പറയാതിരിക്കുവാനും കഴിയുകയില്ല. അതുകൊണ്ട് ഇനിയൊരു ഹാബിറ്റ് വേണം, ഇനിയൊരു ശീലം വേണം, അത് മാത്രമാണ് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നൊന്നും പറയുവാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. സാധാരണ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനും പറയാറുണ്ട്, നമുക്ക് കോമൺ ആയിട്ടുള്ള ശീലങ്ങൾ ഇതാണ്, അത് വേണം, ഇത് വേണം എന്നെല്ലാം പറയാറുണ്ടെങ്കിലും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ എല്ലാവർക്കും കോമൺ ആയി ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഓരോരുത്തർക്ക് അവരുടെ കംഫോർട്ട് അനുസരിച്ച് അവർ ചെയ്യുന്നതായിട്ടുള്ള ശീലങ്ങളാണ്, അതിലൂടെ അവർ വിജയിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായി, എല്ലാവർക്കും ഒരു റൂട്ടീനുണ്ട്, ഒരു ഹാബിറ്റ് ഉണ്ട്, ഒരു ശീലമുണ്ട്. അത് വളരെ കൃത്യമായിട്ട് അവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ നിന്ന് എല്ലാം മനസ്സിലാക്കുവാൻ സാധിച്ചത്. ചിലർക്ക് വളരെ ക്രേസി ആയിട്ട് തോന്നും, വളരെ ലജ്ജാകരമായിട്ട് തോന്നും, വളരെ ചിരിക്കാൻ തക്ക വിധത്തിലുള്ള പല ഹാബിറ്റുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് ഉദാഹരണം പറയാൻ, ബിത്തോവൻ്റെ അല്ലെങ്കിൽ പാബ്ലോ പിക്കാസോയൊക്കെ ചില ഹാബിറ്റുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ബിത്തോവൻ നഗ്നനായി നടക്കുന്ന ശീലമുള്ള ആളാണെന്നും, പിന്നെ ഓപ്പൺ ബാത്തിങ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉളവാക്കുന്നതായിട്ടുള്ള ഹാബിറ്റുകളൊക്കെ ഈ ബീതോവൻ്റെ ലൈഫിലും, തമാശ ഉള്ളതായിട്ടുള്ള ഹാബിറ്റുകൾ ബീതോവൻ്റെ ലൈഫിലുള്ളതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി പിക്കോസോ ആണെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ആക്റ്റീവായിട്ടുള്ള വർക്കിലേക്ക് പ്രവേശിക്കുന്ന ആളാണ്. ആ സമയത്ത് നോൺ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന നിർബന്ധമുള്ള ആളാണ് പിക്കാസോ. മാത്രമല്ല സൺഡേ അറ്റ് ഹോം, ഞായറാഴ്ചകളിൽ വീട്ടിൽ നിർബന്ധമായിട്ടും ഉണ്ടാകും. അന്ന് കൂട്ടുകാർക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ കാണുവാനും സംസാരിക്കുവാനും സാധിക്കും. അങ്ങനെയുള്ള ഹാബിറ്റുകൾ അവർക്കുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടുള്ള ഹാബിറ്റാണ് ഇവർക്കുള്ളത്. ഇനി ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ 161 പേരുടെ ജീവിതങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. അത് തീർച്ചയായിട്ടും നമുക്ക് പ്രയോജനപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ആ ഒരു ഏകദേശം 7ഓളം കാര്യങ്ങൾ കോമൺ ആയിട്ട് കണ്ടത് എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി നോക്കാം. അപ്പോൾ ശരിക്കും അങ്ങനെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് എല്ലാവരും ചെയ്ത് സക്സസ്ഫുൾ ആക്കിയ ഫാക്ടേഴ്സ് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണപ്രദമായിരിക്കുമല്ലോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഫോക്കസ് ആണ്. ഇവർക്ക് എല്ലാവർക്കും ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബീതോവൻ ആണെങ്കിലും, പിക്കാസോ ആണെങ്കിലും, ചാൾസ് ഡാർവിൻ ആണെങ്കിലും, ടെസ്ല ആണെങ്കിലും, വിക്ടർ ഹ്യൂഗോ ആണെങ്കിലും, അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, അവർ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് അവർ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ നമ്മളും പലപ്പോഴും പറയാറുണ്ട്, യേശുദാസോ അല്ലെങ്കിൽ മെസ്സിയോ, റൊണാൾഡോയോ, സച്ചിൻ തെണ്ടുൽക്കറോ, മോഹൻലാലോ, മമ്മൂട്ടിയോ, ഇവരൊക്കെ എവിടെയാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അവർക്ക് എത്ര മാർക്കുണ്ടായതെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. പക്ഷേ അവരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ ആ മേഖലയിലെ ആളുകൾ. അതുകൊണ്ടാണ് അവർ ഫേമസ് ആയി മാറുന്നത്. അവർ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുമ്പോൾ അവർ ഫേമസ് ആവുന്നു, ബെസ്റ്റായി മാറുന്നു. അപ്പോൾ പെർഫോമൻസ് അത് ബെസ്റ്റ് ആക്കുന്നു, അങ്ങനെ ഫേമസ് ആയി മാറുന്നു. അപ്പം അതിന് വളരെ ഫോക്കസ് ഉണ്ട്. ഈ കാര്യം ആണ് എനിക്ക് ചെയ്യേണ്ടത്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായി വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് ഇവരെല്ലാവരും സഞ്ചരിച്ചത്. രണ്ടാമത്, ഏതെങ്കിലും തരത്തിലുള്ള റൂട്ടീൻ അവർക്കുണ്ടായിരുന്നു. ചിലർ നേരത്തെ എഴുന്നേൽക്കുന്നു, ചിലർ ഇന്ന സമയത്ത് ജോലി ചെയ്യുന്നു, ചിലത് അങ്ങനെ പല പല രീതിയിലുള്ള ഹാബിറ്റുകൾ എല്ലാവർക്കും ഒരു കൃത്യമായ, അത് ഏകദേശം ഒരുപോലെ തന്നെ എല്ലാ ദിവസവും ചെയ്യുന്നവരായിരുന്നു ഈ ആളുകൾ. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള പാറ്റേൺ, അധികം പേരും ഏർലി മോർണിംഗ്, രാവിലെ ഒരു 5 മണിക്കോ 6 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആളുകളാണ് അധികം പേരും. 4 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ട്, 5 മണിക്ക് എഴുന്നേൽക്കുന്നവർ. പക്ഷെ അധികം പേരും ഒരു 6 മണിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന ശീലം ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. വേറെ പ്രധാനപ്പെട്ട കാര്യം, എലോൺ ടൈം. ഇവരൊക്കെ ഒരു
ഡീപ്പ് വർക്ക് അല്ലെങ്കിൽ ഏകാന്തമായിരുന്ന് ജോലി ചെയ്യാൻ ശീലിച്ചവരായിരുന്നു. എല്ലാ ശല്യങ്ങളിൽ നിന്ന് മാറി എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റിവെച്ച് എലോൺ ആയിരുന്ന് വർക്ക് ചെയ്യുവാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല അഞ്ചാമത്തെ കാര്യമാണ് സോഷ്യലൈസ് ചെയ്യാൻ. ഇവർ എലോൺ ടൈം ഉണ്ടെങ്കിലും സോഷ്യലൈസ് ചെയ്യുന്നു. സമാന മനസ്ഥിതിയുള്ള ചിന്താഗതിയുള്ള അതല്ലെങ്കിൽ പൊതുസമൂഹവുമായി ഇടപെടുവാനുള്ള സമയം ഇവർ കണ്ടെത്തിയിരുന്നു. അതല്ലെങ്കിൽ ഈ ഓൺലൈൻ വേൾഡ് അതല്ലെങ്കിൽ അവരായിരിക്കുന്ന ഏകാന്തമായിട്ടുള്ള ലോൺ ടൈം കൂടാതെ സ്ട്രോങ് ആയിട്ടുള്ള സോഷ്യലൈസിങ് ഹാബിറ്റ്സ്, അത് ഫാമിലി ആയിട്ടായിരിക്കാം, ബന്ധുക്കളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഗ്രൂപ്പുകളായിട്ടായിരിക്കാം, അത് തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ കൗതുകരമായ കാര്യമാണ്. ആറാമത്തെ കോമൺ ആയി കണ്ട കാര്യം ഫിസിക്കൽ എക്സസൈസ്. ഒന്നുകിൽ നടക്കുക അതല്ലെങ്കിൽ ഡെയിലി എക്സസൈസ് ചെയ്യുക, ഏതെങ്കിലും ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കലായിട്ട് ഉള്ള ആക്ടിവിറ്റിയിൽ അവർ ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളതും ഈ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ഏഴാമത്തെ കാര്യമാണ് നേച്ചർ അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങിയുള്ള, പ്രകൃതിയിൽ നടക്കുകയോ നേച്ചർ വാക്ക് തുടങ്ങിയതായിട്ടുള്ള പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഹരിതമായിട്ടുള്ള പച്ചയായിട്ടുള്ള ആ ഒരു പ്രകൃതിയെ വായുവിനെ ആസ്വദിക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നു ഇവരെല്ലാവരും. അപ്പോൾ എല്ലാവരും ഏകദേശം ആർട്ടിസ്റ്റിക് ലൈനിലായിട്ടുള്ള ചിന്താഗതിയാണ് പുസ്തകത്തിൽ പറയുന്നത്. ഇപ്പോൾ മാസൺ കറി പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഹൗ ആർട്ടിസ്റ്റ് വർക്ക്, ആർട്ടിസ്റ്റുകൾ ക്രിയാത്മകമായിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന രീതിയിലാണ് ഈ പുസ്തകം പഠിച്ചത്. അപ്പോൾ അത് വളരെ ഓർഡർലി ആയിട്ടുള്ള പുസ്തകമൊന്നും അല്ല, പക്ഷേ അത് നല്ലൊരു വായനാനുഭവം നൽകുന്ന പുസ്തകമാണ്. അപ്പോൾ ഓവറോൾ ആയിട്ട് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ ഇവർ തന്നെ പറയുന്നത്, ഇപ്പോൾ മാസൺ കറിനെ പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ, എനിക്ക് എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ വ്യക്തതയും ഒപ്പം തന്നെ അത് എനിക്ക് കൺട്രോൾ ചെയ്യുവാനും സാധിക്കുന്നവരായവർ എല്ലാവരും എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഒരു പുസ്തകത്തിൽ പറഞ്ഞ കാര്യമാണ് വിൽ പവർ അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ, ഇതാണ് വിജയിക്കുവാനായിട്ടുള്ള ഏറ്റവും ശക്തമായ കാര്യമെന്ന്. ഇവർക്ക് അതുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചത്. പലപ്പോഴും നമുക്ക് സംഭവിക്കും, നമുക്ക് രാവിലെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഫുഡ് കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഇല്ല. പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് എപ്പോൾ എഴുന്നേൽക്കുന്ന അവർ തീരുമാനിക്കുന്നു, അതവർ ചെയ്യുന്നു. എപ്പോൾ കിടക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു, അവർ അത് ചെയ്യുന്നു. എപ്പോൾ എഴുതണമെന്ന് അവർ തീരുമാനിക്കുന്നു, അവർ അത് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് ഒരു സെൽഫ് കൺട്രോൾ, സ്വന്തമായി നിയന്ത്രണമുള്ളവരായിരുന്നു ഇവരെന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ആകെത്തുകയായി എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഒപ്പം തന്നെ ഈ പുസ്തകത്തിൻ്റെ ഓഥറായിട്ടുള്ള മേസൺ കറിയും പറയുന്നത്. തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ ഈ പറയുന്ന 7-8 ഹാബിറ്റുകൾ നമുക്ക് ഉണ്ടോ എന്ന് അല്ലെങ്കിൽ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കാൻ തീർച്ചയായും നല്ലതായിരിക്കും. സെൽഫ് ഡിസിപ്ലിൻ ആണ് ഏറ്റവും വലിയ മോട്ടിവേഷനും ഏറ്റവും വലിയ സക്സസിന്റെ ഫാക്ടറും എന്നുള്ള വലിയ തിരിച്ചറിവാണ് ഡെയിലി റിച്വൽസ് എന്ന പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തീർച്ചയായും എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുമ്പോൾ, എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്ന ആ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വിജയിക്കുവാൻ സാധിക്കുന്നത്. സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.